ശ്രീ ഗോപകുമാർ, ചികിത്സക്കായിട്ട് അവധിക്ക് അപേക്ഷ നൽകി രജിസ്ട്രാർ. ഇന്നിപ്പോൾ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ചികിത്സയൊന്നും ഇല്ലേ? അല്ല, ചികിത്സക്കായിട്ട് അദ്ദേഹം അവധി വൈസ് ചാൻസലർക്കാണ് അപേക്ഷിച്ചത്. എന്തിനാണാവോ ചികിത്സ? അപ്പൊ കാരണം കാണിച്ചിട്ടുള്ള ചികിത്സ അർത്ഥം 3 ദിവസത്തെ ലീവ്, 3-4 ദിവസത്തെ ലീവ് വേണമെന്നാണ് അദ്ദേഹം അപേക്ഷിച്ചത്. അപ്പോൾ തന്നെ പറഞ്ഞു, അങ്ങേക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ആവശ്യത്തിന് ദിവസങ്ങൾ ഉപയോഗിക്കാം, നിലവിൽ സസ്പെൻഷനിലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് അവധിയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ ഈ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ സംബന്ധിച്ച് ആണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ ഈ ഇല്ലാത്ത അധികാരങ്ങള് ഉള്ളതായിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആദ്യം മുതലേ അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഭവത്തിന്റെ തുടക്കം തന്നെ ഇല്ലാത്ത അധികാരം ഉള്ളതായിട്ട് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രകടിപ്പിച്ചതിൽ നിന്നാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത്. 25-ാം തീയതി ഈ പരിപാടി വളരെ സ്മൂത്തായിട്ട് ശ്രീ പത്മനാഭ സേവാ സമിതി നിശ്ചയിച്ച പരിപാടി, ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി വളരെ സ്മൂത്തായിട്ട് പോവുകയായിരുന്നു. ഏതാണ്ട് 4-4:30 മണി വരെ അതിന്റെ തയ്യാറെടുപ്പുകളുമായിട്ട് അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സിൻഡിക്കേറ്റ് റൂമിലെ 3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തുന്നത്. ആ സമയത്ത് രജിസ്ട്രാറെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് അവർ നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അത് സിൻഡിക്കേറ്റ് യോഗമായിട്ടാണ് അവർ പറയുന്നത്. അതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഒരാള് പുറത്തു വന്ന്, ഷിജു ഖാൻ പുറത്തു വന്ന് മാധ്യമങ്ങളോട് അലറി വിളിക്കുന്നു, ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ വ്യക്തമായിട്ട് എല്ലാവരും, ഈ സർവകലാശാലയുടെ ഭരണത്തിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളും അത് അനുഭവ സമ്പത്തും പരിചയമൊക്കെയുള്ള ആളുകൾ പറയുകയുണ്ടായി, അങ്ങനൊരു സിൻഡിക്കേറ്റ് യോഗം ചേരാൻ അനുവാദമില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അജണ്ട നിശ്ചയിച്ച അജണ്ട പ്രകാരം വിളിച്ചു ചേർക്കുന്ന സമയത്ത്, അവിടെ ഇരിക്കുന്ന സമയത്ത്, സിൻഡിക്കേറ്റിൽ യോഗം ചേരുന്ന സമയത്ത് മാത്രമാണ് സിൻഡിക്കേറ്റ് അധികാരമുള്ളത്. ഇത് സിൻഡിക്കേറ്റ് റൂമിൽ നേരത്തെ ഞങ്ങൾ വന്ന് അവരിരുന്നിട്ട് ഞങ്ങൾ ഒരു യോഗം ചേർന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അതിന്റെ തന്നെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. ഇനി അതൊരു സിൻഡിക്കേറ്റ് യോഗമല്ല എന്നും നിയമപരമായിട്ടോ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമോ അതിന് പിൻബലമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തയാളൊന്നും അല്ല ബഹുമാനപ്പെട്ട ഈ രജിസ്ട്രാർ. പക്ഷെ സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഷിജു ഖാന്റെ അതുപോലെ തന്നെ മുരളീധരൻ നായർ അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹം ചാൻസലറുടെ, കേരളത്തിലെ ഗവർണറുടെ ഭരണഘടനാപരമായി 4ാമത്തെ പദവി അലങ്കരിക്കുന്ന ആ VVIPയുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഇദ്ദേഹം വരികയാണ്. അവിടെ വന്നിട്ട് ആ 5:30 തുടങ്ങേണ്ട പരിപാടി 6:25 വരെ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം തുടങ്ങാൻ കഴിയുന്നില്ല. അതിനുശേഷം വീണ്ടും പരിപാടി ആരംഭിച്ച് 14 മിനിറ്റിന് ശേഷം അവിടെ പരിപാടി തുടങ്ങിയതിന് ശേഷം ഇദ്ദേഹം കത്തയക്കുകയാണ്, ഞാൻ ഈ ഹാളിനുള്ള അനുമതി പിൻവലിക്കുന്നു. എന്ത് റൈറ്റാണ് ഇദ്ദേഹത്തിനുള്ളത്? അപ്പൊ ഇല്ലാത്ത അധികാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉള്ളതായിട്ട് ഭാവിച്ച് യോഗം ചേർന്ന് നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് ധരിക്കുന്നു. CPMന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ഇല്ലാത്ത അധികാരം തന്നിലേക്ക് കിട്ടി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് രജിസ്ട്രാർ അവിടെ പോയി പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പൊ തന്നെ 25-ാം തീയതി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൊടുത്ത നിർദ്ദേശം, ആ നിർദ്ദേശം തന്നെ തെറ്റ്, വീണ്ടും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചൊരു യോഗം ചേർന്നതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന രജിസ്ട്രാറെ റീഇൻസ്റ്റേറ്റ് ചെയ്തതായിട്ടാണ് അവരവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള മിനിറ്റ്സ് ഇപ്പൊ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മുന്നിൽ ഇന്നലെ വന്നിട്ടുണ്ട്. ആ തീരുമാനം നടപ്പാകണമെങ്കിൽ എന്ത് വേണം? ബഹുമാനപ്പെട്ട VC ഒപ്പിടണം. അങ്ങനെ ഒപ്പിടാത്ത കസേരയിലാണ് അദ്ദേഹം കയറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭയപ്പെടുത്തി കാര്യം സാധിക്കുക. അതുപോലെ തന്നെ സമരത്ത് വരുന്ന SFIക്കാരെ അവകാശപ്പെടുന്നത് അവരുടെ മുദ്രാവാക്യത്തിൽ VC വേണ്ട, VCക്ക് വൈസ് ചാൻസലറായിട്ട് ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കേരള സർവകലാശാല, ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടിരിക്കാനും കേരള സർവകലാശാലയുടെ ചാൻസലർ പദവി ചാർജ് വഹിക്കാനുമുള്ള യോഗ്യതയുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടുള്ളതാണ്. ആ വിധിയൊന്നും ഇവർക്ക് ബാധകമല്ല. അതുപോലെ തന്നെ ഈ SFIയുടെ പിള്ളേരെയൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യം കേട്ടാൽ കൗതുകമാണ്. അതിപ്പോ ഈ നേരത്തെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചില കേസിൽ പോലീസുകാരൊക്കെ ലാളിച്ച് ഒന്ന് വാ അർഷോ എന്ന് പറഞ്ഞ് അംഗൻവാടി കുട്ടികളെ, ഉച്ചഭക്ഷണത്തിന് പിള്ളേരെ മാമുണ്ണാൻ വിളിപ്പിക്കുന്നത് പോലെയാണ് ഇവരെയൊക്കെ ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ള ആളുകളെ പോലീസ് വിളിക്കുന്നത്. ഇതൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, കുടിൽ കെട്ടിയ ഒരു സമരം നടന്നു 2 മാസം മുമ്പ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സർവകലാശാലയുടെ ചാൻസലറും ബന്ധപ്പെട്ട ആളുകളെ രാജ്ഭവനിൽ വിളിച്ചു വരുത്തി പറഞ്ഞു, എന്റെ വൈസ് ചാൻസലർമാർക്ക്, ഞാൻ നിയമിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാർക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണം, ഞങ്ങൾ അഴിക്കില്ല, സർവകലാശാലയിലെ VC കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയതാണ്.
ബഹുമാനപ്പെട്ട ചാൻസലർ പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോ മണിക്കൂറുകൾക്കുള്ളിൽ സർവകലാശാലയുടെ മുമ്പിലെ കുടിലൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കേരളം കണ്ടതാണ്. അതുപോലെ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ട രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടുമ്പോൾ ഇതൊക്കെ അവസാനം ഉണ്ടാവും. എല്ലായ്പ്പോഴും പോലീസിൽ നിന്ന് ഈ തടോടലും ലാളനയും ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ.